എന്തുണ്ട് വിശേഷങ്ങൾ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വിശ്വനാഥൻ ആൻഡ് ഫണ്ട്സ് നമ്മുടെ സൂര്യയുടെ ചിത്രമാണ്. സാധാരണ തമിഴ് ചിത്രങ്ങളൊക്കെ കാണാൻ പോകുമ്പോഴും ഒക്കെ നമുക്ക് തോന്നലെന്ന് പറയുന്ന രക്തച്ചൊരിച്ചിലുള്ള ഒരു ക്ലൈമാക്സും ഒക്കെ ആയിട്ടാണ്. പക്ഷെ ഇതിനകത്ത് അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് സൂര്യയുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പം വളരെ നാളിന് ശേഷം മനസ്സമാധാനത്തോടെ കാണാൻ പറ്റുന്ന ഒരു സൂര്യയുടെ ചിത്രം എന്നെനിക്ക് തോന്നി. കാരണം ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഈ ചിത്രം കണ്ടപ്പോൾ തോന്നി. മറ്റേത് കലുഷിതമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന തമിഴ് ചിത്രങ്ങളിലെല്ലാം. അതുപോലെ നായികയെ കൊണ്ടുവരുമ്പോഴുള്ള ചില പാട്ടുകളും എല്ലാം കൊണ്ടും കുത്തി നിറയ്ക്കും. സൂപ്പർ താര ചിത്രമാകുമ്പോഴത്തേനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റണ്ട് രംഗങ്ങളും ഒക്കെ കുത്തി നിറയ്ക്കുന്ന ഒരു പതിവുണ്ട് തമിഴ് സിനിമയ്ക്കെല്ലാം തന്നെ. അതാണ് പ്രേക്ഷകർക്ക് ആവശ്യവും. ഇത് എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല. പക്ഷേ ഇത് കണ്ടപ്പം ഒരു കുളിർത്തന്നൽ കണ്ട ഒരു സിനിമ. തമിഴ് സിനിമയിലൊന്നും ഇന്നിങ്ങനെ അപൂർവമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സൂപ്പർ താര ചിത്രങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുക, ഇങ്ങനൊരു ക്ലൈമാക്സും ഇങ്ങനെ സന്തോഷകരമായി കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന അപൂർവമായ സംഭവങ്ങളാണ്. ഇതിനകത്ത് ഷൂട്ടിംഗ് താരവും ബിസിനസ് മാനും ഒക്കെ ആയ സഞ്ജയ് വിശ്വനാഥിൻ്റെ കഥ പറയുന്ന കഥയാണ്. അതിനകത്ത് അവർ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ഒരു കുഞ്ഞ്, ഇതിനിടയിൽ വന്നു പോകുന്ന പ്രായക്കുറവുള്ള നായിക, ഒരു പെൺകുട്ടിയും അവർ തമ്മിലുള്ള പ്രായക്കൂടുതലുള്ള നായകനും ചേർന്നുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, വളരെ മനോഹരമാണ്. മമിത ബൈജു വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും അരോചകമായി തോന്നും. കാരണം ഈ പ്രായത്തിൻ്റെ വ്യത്യാസം. പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ മനോഹരമാക്കാൻ സൂര്യയ്ക്കും മമതയ്ക്കും കഴിഞ്ഞു. ഞാനതാണ് പറഞ്ഞത്, സൂര്യയുടെ ചിത്രങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനവുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അപൂർവമായ ചിത്രങ്ങളാണ്. അതിലൊരു ചിത്രമാണ് വിശ്വനാഥൻ ആൻഡ് ഫണ്ട്സ് എന്ന ചിത്രം. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് അത്ലൂരി എന്ന് പറയുന്ന സംവിധാനം, ലക്കി ഭാസ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന് ശേഷമാണ് അദ്ദേഹം ഇത് പറയുന്നത്, സംവിധാനം ചെയ്യുന്നത്. കാരണം തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ നമുക്ക് ഒരു പാക്കേജ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് സ്റ്റണ്ട് വേണം, കുറച്ച് പാട്ട് വേണം, നായികയുടെ ഇൻട്രോ സീനിൽ പാട്ട് വേണം, നായകനും നായികയും തമ്മിലുള്ള സ്വപ്നരംഗത്തിൽ പാട്ട് വേണം, ഒരു ഡാൻസ് വേണം, നായകനെ അവതരിപ്പിക്കുമ്പം ഒരു ആക്ഷൻ വേണം, ക്ലൈമാക്സിൽ ആക്ഷൻ വേണം എന്നൊക്കെയുള്ള രീതിയുണ്ട്, സ്ഥിരം പാറ്റേണുണ്ട്. ആ പാറ്റേണിലൊക്കെ നിന്ന് മാറി ചിന്തിച്ച ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ചിത്രം കണ്ടപ്പോൾ. അതുപോലെ സൂര്യ ചിത്രങ്ങളിൽ നിന്ന് ഒരുപക്ഷെ സൂര്യയുടെ ഒരു മികച്ച കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായിട്ട് ഒരുപക്ഷെ ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇമോഷനായാലും തമാശ രംഗങ്ങളുമൊക്കെ സൂര്യൻ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മമതയും നമുക്ക് പ്രത്യേകം എടുത്ത് പറയണം. കാരണം കറക്റ്റ് ആ മീറ്ററിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള, പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നും കാണിക്കാതെ കറക്റ്റ് മീറ്ററിൽ ആ കഥ കൊണ്ടുപോകാൻ മമതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ മമത ബൈജു എന്ന് പറയുന്ന താരം ഇനി ശ്രദ്ധിക്കാൻ പോവുകയാണ് തോന്നുന്നു. ഇനി പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോകാനും സാധ്യതയുണ്ട്. കറക്റ്റ് ഇവർ തമ്മിലുള്ള കോംബോ സീനൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മത്സരിച്ച് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നി. ഒരുപക്ഷെ സൂര്യയ്ക്ക് മുകളിൽ മമത പലപ്പോഴും മാറുന്നത് നമ്മൾ കണ്ടു. വളരെ മനോഹരമായ ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യ ചിത്രങ്ങളിൽ പഴയ സൂര്യ കറുപ്പ് എന്നൊക്കെ പറയുമ്പം അടിക്കുന്ന ആ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പറയാൻ ഇത് ശ്രമിച്ചിട്ടുണ്ട്. സംവിധായകന് സത്യമായിട്ട് അഭിമാനിക്കാം. മികച്ച ഒരു ചിത്രം കണ്ട പ്രതീതി തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, പല തമിഴ് ഞാൻ ഇങ്ങനെ ഒരു ചിത്രം പ്രതീക്ഷിച്ചേയില്ല. കാരണം സൂര്യയുടെ ചിത്രമാകുമ്പോൾ ക്ലൈമാക്സിലെങ്കിലും ഇൻ്റർവെൽ കഴിഞ്ഞെങ്കിലും പടപടാ അടി ഇടി വെടി അങ്ങനെയുള്ള രീതി, ലോജിക്കൊന്നും ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സമാധാനവും സന്തോഷവുമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് വിശ്വനാഥൻ ആൻഡ് ഫണ്ട്സ്. അപ്പം കണ്ടവർ കമൻറ്റ് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ.